ഇപ്പോൾ ഏറ്റവും കൂടുതൽ RCCB ട്രിപ്പിംഗ് സംഭവിക്കുന്നത് പുതിയ വീടുകൾക്കാണ്. ഞാൻ കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യുന്നതിൽ ഏറിയ പങ്കും പുതിയ വീടുകൾ തന്നെയാണ്. അതിനൊരു പ്രധാന കാരണമുണ്ട് കേട്ടോ. ഹായ് നമസ്കാരം, ഞാൻ ബിജു ഓർജിൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ RCCB ട്രിപ്പിംഗ് പരിഹരിക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്. വീട് പണി കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിംഗ് കാരണം ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് 100 മില്ലി ആംസിന്റെ RCCB ആണ്. എന്നിട്ടും അവിടെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇലക്ട്രീഷ്യൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ സമീപിച്ചത്. രാവിലെ 9 മണിക്ക് നമ്മൾ അവിടെ എത്താമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ഓടിയെത്തേണ്ട ദൂരവും ട്രാഫിക്കും ഒക്കെ നമ്മൾ അരമണിക്കൂർ ലേറ്റാക്കി. നമ്മളവിടെ എത്തിയതിനു ശേഷം നോക്കുമ്പോൾ ഏകദേശം ഒരു 3500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണക്റ്റിലോടൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് ആണ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് തന്നെ വയറിംഗ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. എങ്കിലും ഈ RCCB ട്രിപ്പിംഗ് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. 30 മില്ലി ആംപിയർ ആണ് ആദ്യം അവിടെ RCCB വെച്ചിരുന്നത്. പിന്നീട് അത് മാറ്റിയിട്ട് 100 മില്ലി ആംസ് ആക്കുകയും എന്നിട്ടും അവർ രക്ഷയില്ലാതെ ഇങ്ങനെ ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വാക്ക് ഫോൾട്ട് കണ്ടെത്തി തരാം എന്നുള്ളതാണ്. ആ കംപ്ലൈന്റ് പരിഹരിച്ച് ആ വീട്ടിലെ വയറിങ്ങിനെ നല്ല രീതിയിൽ നിലനിർത്താനും ആ വയറിങ്ങിന് നല്ല ആയുസ് കിട്ടുന്നതിനും ചില മാറ്റങ്ങൾ കൂടി ആ വയറിങ്ങിൽ വരുത്തേണ്ടി വരും. ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടി പറയുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമ്മൾ ആദ്യം തന്നെ പതിവ് പോലെ DB ഒക്കെ അഴിച്ചു ചെക്ക് ചെയ്ത് നോക്കി. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വളരെ കുറവാണെന്ന് മനസ്സിലായി. 0 ആണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ സർക്യൂട്ടുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് അതിൽ ഓരോ സർക്യൂട്ടിന്റെയും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ പതിവ്. കൃത്യമായും ആ ഒരു കംപ്ലൈന്റ് എവിടെയാണെന്ന് കണ്ടെത്തുക കുറച്ച് പ്രയാസകരമാണ്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് കിച്ചണിലേക്കാണ് ഈ ഒരു ഫോൾട്ടിന്റെ പ്രധാന കാരണമെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ ഔട്ട്സൈഡിൽ മതിലിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റുകളും ഗേറ്റ് ലൈറ്റും പിന്നെ നമ്മുടെ ഗേറ്റ് ഓട്ടോമാറ്റിക് ആക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന മോട്ടോർ വയറിങ്ങും ഇതെല്ലാം ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെ കിച്ചണിലെ സീലിംഗിലെ എല്ലാ ലൈറ്റുകളും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ വയറുകൾ ചെക്ക് ചെയ്ത് നോക്കി. ഈ ഫോൾ സീലിംഗ് ചെയ്യുന്നതിന് വേണ്ടി ചാനലുകൾ ആയിട്ട് കോൺടാക്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ബ്ലേഡ് പോലെ ഇരിക്കുന്ന എഡ്ജിൽ അത് കോൺടാക്ട് വന്നതായിരിക്കാം. അതുകൊണ്ട് ആ ഒരു സീലിങ്ങിനുള്ളിൽ മൊത്തത്തിൽ ഈ കറണ്ട് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതിലൂടെ ലീക്കേജ് സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആ സീലിങ്ങിനുള്ളിലെ വയർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് ആ ചാനലുമായിട്ട് ടൈറ്റായി നല്ല കോൺടാക്റ്റ് ആയിരിക്കുകയാണ്. അതിന് പകരം നമ്മൾ സെപ്പറേറ്റ് വയർ കണക്ട് ചെയ്ത് ആ സീലിങ്ങിലെ ലൈറ്റുകളെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന വീടുകളിൽ നല്ലൊരു പങ്കും, അതായത് ഞാൻ കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളിൽ നല്ലൊരു പങ്കും പുതിയ വീടുകളാണ്. അതായത് 5 വർഷത്തിനുള്ളിൽ മാത്രം പഴക്കമുള്ള വീടുകളാണ്. ഈ വീടുകളുടെ എല്ലാം ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആ വീട് പണി കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ RCCB ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴായിട്ട് ഇലക്ട്രീഷ്യന്മാർ അത് ചെയ്തവരും ചെയ്യാത്തവരൊക്കെ വന്നത് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഒന്നും നടക്കാൻ കഴിയാതെ ഒന്നുകിൽ RCCB റിമൂവ് ചെയ്ത് കളയുകയോ അതിന് പകരം ഒരു ഐസൊലേറ്റർ വെച്ച് കൊടുക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ബൈപ്പാസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു 100 മില്ലി ആംസിന്റെ RCCB അതിന് മേലെ സെൻസിറ്റിവിറ്റിയുള്ള RCCB ഒക്കെ കൊണ്ടുവച്ച് നമ്മളെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ആ വീട്ടുകാരെ നമ്മൾ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് പുതിയ വീടുകൾക്ക് മാത്രം ഇത്തരത്തിലുള്ള ഒരു കംപ്ലൈന്റ് വരുന്നതാണ്. അങ്ങനെ വരാനുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നേരത്തെ, അതായത് പഴയ വീടുകൾ, നമുക്ക് ഒരു 10-20 വർഷം മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ആ വീടുകൾക്ക് കംപ്ലൈന്റ് ഇല്ല, വളരെ കുറവാണ്. കാരണം അത് ഞാനിങ്ങനെ പറയുമ്പോൾ ഇലക്ട്രീഷ്യന്മാർ പറയാം അന്നൊന്നും RCCB ഉപയോഗിക്കുന്നില്ലായിരുന്നു. പക്ഷേ അന്ന് പഴക്കമുള്ള അല്ലെങ്കിൽ 10-20 വർഷം പഴക്കമുള്ള വീടുകളിൽ RCCB എല്ലാ വീടുകളിലും ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. RCCB കണക്ട് ചെയ്യാത്ത വീടുകൾ വളരെ കുറവാണ്. അപ്പോൾ 20 വർഷം പഴക്കമുള്ള വീട്ടിൽ RCCB സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവുന്നില്ല. 1 വർഷം പഴക്കമുള്ളത് ഒരു 2-3 വർഷത്തിനുള്ളിൽ പഴക്കമുള്ള വീടുകൾക്ക് RCCB സ്ഥിരം ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ഇലക്ട്രീഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന 2-3 അപാകതകളുണ്ട്. അത് ഈ ഇലക്ട്രീഷ്യന്മാരുടെ അപാകതകൾ തന്നെ ഞാൻ എടുത്തു പറയും. കാരണം നമ്മളൊരു വീട് വയറിംഗ് ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കോൺഡ്യൂട്ട് പൈപ്പിനകത്ത് കൂടെ വയറിംഗ് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ PVC റൗണ്ട് ബ്ലോക്ക് ഇതൊക്കെ സ്ഥാപിച്ചിട്ട് ഇതിന് മുകളിലായിരുന്നു ലൈറ്റ് ഫിറ്റിങ്ങുകൾ മിക്കതും സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് കാലം മാറി വന്നപ്പോഴത്തേക്ക് GIയുടെയോ മെറ്റൽ ബോക്സ് ആയി. പിന്നെ വരുന്നത് നമുക്ക് ഈ ജംഗ്ഷൻ ബോക്സുകളുടെ ഉപയോഗം താരതമ്യേന എടുത്ത് കളഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജംഗ്ഷൻ ബോക്സ് തന്നെ നമ്മൾ വെക്കുന്നത് ജോയിന്റുകളൊക്കെ സേഫ് ആയിട്ട് വെക്കാനും അവിടെ ഒരു ഇൻസുലേഷൻ, അതായത് നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് ഭിത്തിയുമായിട്ടൊന്ന് കോൺടാക്ട് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജംഗ്ഷൻ ബോക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് മാക്സിമം ഗ്രൗണ്ടുമായിട്ട് അല്ലെങ്കിൽ ഭിത്തിയോ മരുഭൂമിയായിട്ടൊക്കെ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു ഇലക്ട്രീഷ്യന്മാർ ചെയ്യാറില്ല. അതിന് പകരമായിട്ട് ജംഗ്ഷനുള്ളിൽ തന്നെ വയർ ജോയിന്റ് ചെയ്ത് അത് പുറത്തേക്ക് തള്ളിയിട്ടിട്ട് സിമെന്റ് പ്ലാസ്റ്റർ തേച്ചടച്ചിട്ട് അതിന് മുകളിലൂടെ ലൈറ്റ് ഫിറ്റിംഗ് ചെയ്ത് പോകുന്നതിന്റെ പ്രവണതയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഭൂമിയായിട്ട് കോൺടാക്ട് വരാൻ അല്ലെങ്കിൽ ആ ഭിത്തിയുമായിട്ട് കോൺടാക്ട് വരാൻ, പ്ലാസ്റ്റിക്കുമായിട്ട് കോൺടാക്ട് വരാനുള്ളൊരു സാധ്യത അവിടെ വരും. വയറിങ്ങിന്റെ പുറത്തൂടെ അല്ലെങ്കിൽ ഇൻസുലേഷന്റെ പുറത്തൂടെ, വയറിന്റെ പുറത്തൂടെ തന്നെയാണ് ഈ കോൺടാക്ട് വരുന്നത്. ഇങ്ങനെ ലൈറ്റ് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ അടുത്തെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പോരായ്മകൾ നമ്മൾ കാണിക്കുന്നിടത്തോളം കാലം അവിടെ ചെറിയൊരു കറണ്ട് ലീക്കേജ് സംഭവിക്കുകയും അത് ഭാവിയിൽ ട്രിപ്പിങ്ങിന് കാരണമായിട്ട് വരികയും ചെയ്യും. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പണ്ടത്തെ വീടുകൾക്കൊക്കെ ഇനി ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിലും അതിന് ഉപയോഗിക്കുന്ന വയറിങ്ങിന്റെ അളവ് വളരെ കുറവാണ്. ഒരു റൂമിൽ 1-2 ലൈറ്റും ഒരു ഫാനും മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഒരു റൂമിൽ 7-8 ലൈറ്റുകളും ഫുട് ലാമ്പ്
2 വേ കൺട്രോളിങ്, അതുപോലെ ഫാന്, പിന്നെ LED സ്ട്രിപ്പ് ലൈറ്റുകൾ, അങ്ങനെ പ്രൊഫൈൽ ലൈറ്റുകൾ, അങ്ങനെ ഒരുപാട് ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനാനുപാതികമായിട്ട് അതിനനുസരിച്ചിട്ട് വയറിങ്ങിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കും. കിലോമീറ്ററുകൾ ലെങ്തിൽ നമ്മൾ ഒരു വീടിനുള്ളിൽ ഒരു പുതിയ വീട് വെക്കുന്ന സമയത്ത് അതിനുള്ളിലേക്ക് വയറിങ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ വീടുകളെ അപേക്ഷിച്ച് പണ്ടത്തെ ഒരു 5000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വെക്കാൻ നമുക്ക് വളരെ ഒരു 10-15 കോയിൽ വയറോ അല്ലെങ്കിൽ 20 കോയിൽ വയർ മതിയായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു 5000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെക്കണമെങ്കിൽ 100 കോയിൽ വയർ അവിടെ ചിലവാക്കും. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ലൈറ്റ് ഫിറ്റിങ്ങിനും ആ വയറിങ്ങിനും സ്വിച്ച് ബോർഡുകൾക്കും എല്ലാത്തിനും അതിൻ്റെതായ ഒരു ചെറിയ കറണ്ട് ലീക്കേജ് സംഭവിക്കും. അത് നമ്മൾ എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും അത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലെങ്കിലും ഉള്ള വീടുകൾക്ക് ചെയ്യുന്ന വയറിംഗ് ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ പവർ ലോഡുകളെന്നോ ലൈറ്റ് ലോഡുകളെന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ എന്നും ഗ്രൗണ്ട് ഫ്ലോർ എന്ന് തിരിക്കുകയോ ഔട്ട്സൈഡ് ലൈറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ RCCBകൾ പ്രത്യേകം സ്ഥാപിച്ച് കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വീടുകളും കംപ്ലൈന്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇലക്ട്രിക്കൽ വയറിംഗ് കംപ്ലൈന്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു വയറിംഗ് എടുത്താലും ഒരു 5 വർഷത്തിനുള്ളിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റിനകത്ത്, അതായത് ഒരു 2000-ന് മുകളിലേക്ക് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾക്ക് RCCB ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. RCCB അവിടെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കാം. ഞാനിത് പറയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല, ഇത് നിങ്ങൾ കാണുന്നതൊന്നും അല്ല വയറിംഗ്, ഞാൻ ചെയ്തിരിക്കുന്ന വയറിങ്ങിനകത്ത് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല എന്ന് പറയാൻ ഒരുപാട് ഇലക്ട്രീഷ്യന്മാർ കാണും. പക്ഷേ ആ ഇലക്ട്രീഷ്യന്മാർ നിങ്ങൾ ചെയ്തിരിക്കുന്ന വയറിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അതിന് വല്ല പോരായ്മ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അതിൽ അനുകൂലിക്കാം പ്രതികൂലിക്കാം, എന്തായാലും ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കാരണം 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് ചെയ്തിരിക്കുന്ന ഓരോ വീടുകളും, ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വീടുകളും RCCB ട്രിപ്പിംഗ് എന്ന് പറഞ്ഞ പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭാവിയിൽ ഈ RCCB എടുത്ത് മാറ്റി കളഞ്ഞിട്ട് വയറിംഗ് ഓടിച്ചുകൊണ്ട് പോവുകയും ബൈപ്പാസ് ചെയ്ത് ഉപയോഗിക്കുകയും പിന്നീട് ആ ലീക്കേജ് വലുതായി വന്ന വയറിങ്ങിനെ ചിലപ്പോൾ തീപിടുത്തത്തിലേക്കും മറ്റ് നഷ്ടങ്ങളിലേക്കും ഒക്കെ ജീവഹാനിയിലേക്ക് വരെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഈ ഒരു കംപ്ലയിൻറ്റ് പരിഹരിച്ചതിൽ എനിക്ക് അതിന് ഏറ്റവും അനുകൂലമായിട്ട് വന്നൊരു കാര്യം, ഈ വീട് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആയിട്ടേ ഉള്ളൂ, 1-2 വർഷത്തിനുള്ളിലായിട്ടുള്ളൂ. പക്ഷേ ആ വീടിൻ്റെ വയറിംഗ് ചെയ്തിരിക്കുന്ന, ആ വീടിങ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന എഞ്ചിനീയറിംഗ് കമ്പനി അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വയറിങ്ങിൽ എന്ത് ഫോൾട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വയറിങ്ങിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് അവർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. അതുകൊണ്ട് എനിക്കുണ്ടായ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ആ വയറിംഗ് ചെയ്തിരിക്കുന്ന ആ ഒരു കമ്പനി അവരുടെ എഞ്ചിനീയറുമായിട്ട് സംസാരിക്കാനും അവരോട് പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്കി കണക്ട് ലോഡിൻ്റെ ആധിക്യവും അതുപോലെ തന്നെ അവിടെ നോർമലി ഇപ്പോൾ വയറിംഗ് ഒന്നും കുഴപ്പമില്ലെങ്കിൽ പോലും നോർമലി സംഭവിക്കാവുന്ന ഒരു ലീക്കേജ് കറണ്ടും അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ RCCBക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ലോഡുകളെ സെപ്പറേറ്റ് ചെയ്ത് പവർ ലോഡെന്നും ലൈറ്റ് ലോഡുകളെന്നും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് അതിന് പ്രത്യേകം RCCB സ്ഥാപിച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും. അതാകുമ്പോൾ ഭാവിയിൽ മറ്റൊരു ട്രിപ്പിങ്ങോ ഇഷ്യൂസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ വയറിംഗ് മുന്നോട്ട് പോകും. അതുപോലെ ഔട്ട്സൈഡ് കഴിയുമെങ്കിൽ ഔട്ട്സൈഡ് ലൈറ്റുകളും ഗേറ്റും അതൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു സിംഗിൾ ഫേസ് RCCBയിലോ മറ്റോ കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുറത്തുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ കേബിൾ ഡാമേജോ മഴയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അകത്ത് നമ്മുടെ ലൈറ്റിങ് കാര്യങ്ങളും ബുദ്ധിമുട്ട് വരില്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിയത് പ്രകാരം അവർ ആ വയറിങ്ങിൽ ചേഞ്ചസ് വരുത്തി കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് ആ ഒരു വീണ്ടും വിചാരം ആ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് അല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് ഞാൻ പറഞ്ഞ കാര്യം അത് നന്നായിട്ട് കേൾക്കുകയും അത് അതേപോലെ ചെയ്തു കൊടുക്കാമെന്ന് ആ വീട്ടുകാരോട് ഏൽക്കുകയും ചെയ്തതിൽ ഞാൻ അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ്. കാരണം അദ്ദേഹം ചിലപ്പോൾ അന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും ഇനിയുള്ള വർക്കുകളിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള RCCB ട്രിപ്പിങ്ങുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഈ നമ്പറിൽ 9645540075 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അറിയിക്കാനുണ്ട്. അതും മറ്റ് ജനങ്ങളിലേക്ക് എത്തണം. അത് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതുപോലെ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻ്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്, ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്കുകൾ ചെയ്തു വരുന്ന ആൾക്കാർക്കും C ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും പിന്നെ അതുപോലെ വയർമാൻ എക്സാം എഴുതാനൊക്കെ കാത്തിരിക്കുന്നവർക്കൊക്കെ നല്ല ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ആണ്. ഏത് സമയത്തും പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ RCCB ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഓൺലൈൻ ക്ലാസ് തന്നെയാണ് കേട്ടോ. ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഏത് സമയത്ത് പഠിക്കാൻ കഴിയുന്നുള്ളതാണ്. ഇപ്പോൾ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും മലയാളത്തിൽ തന്നെയാണ്, നോട്ടുകളൊന്നും എഴുതണ്ട എന്നുള്ളതാണ് ഈ ക്ലാസ്സുകളുടെ പ്രത്യേകത. നിങ്ങൾക്ക് ഇലക്ട്രിക്കലിലെ പുലികളാവാം, അതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളെ പറ്റി കൂടുതൽ അറിയാൻ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9644540075 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. എൻ്റെ പേര് ഞാൻ BS ഇലക്ട്രിക്കൽസിൻ്റെ ഓൺലൈൻ ട്രിപ്പിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടിക്കലിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ പോയത്. ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടി പോയതാണ്. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ. ഐ എൻജോയ് ഇറ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.